ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വാദിൻ്റെ കലവറ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡക്ക് റോസ്റ്റ്. ഇപ്പോൾ റോസ്റ്റിംഗ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ അല്ലേ? അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഒരു റോസ്റ്റിംഗ് ചെയ്യാമെന്ന്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് താറാവ് റോസ്റ്റാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോ താറാവാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളാക്കി നല്ലതുപോലെ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. വിനാഗിരി ഉപയോഗിച്ച് കഴുകുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ വേഗം പോയി കിട്ടും. നമുക്കിനി ഇത് കുക്കറിൽ ഒരു 2 വിസിലടിച്ചെടുക്കണം. അപ്പോൾ ഒരു 3/4% വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലയിലിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. താറാവിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, എങ്കിലും ഞാൻ കുക്കറിൽ വയ്ക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതിനുശേഷം ഒരു പിടി തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് വാർത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് അധികം ചേർക്കണ്ട, നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിലുള്ള വെള്ളം ഉൾപ്പെടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ആ വെള്ളം ഇതിൽ കിടന്ന് തിളച്ച് വറ്റിക്കോളും. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതുപോലെ മസാലകളൊക്കെ ആ ഇറച്ചിക്കുള്ളിലേക്കൊന്ന് പിടിച്ചു വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടപ്പ് മാറ്റി തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനിഗറാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. അതിനുശേഷം കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒനിയൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവസാനം ഇങ്ങനെ ഒനിയൻ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പച്ചമുളകും സവാളയും ആ താറാവും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം. എൻ്റെ സാറേ, പിന്നെ വേറെ ഒന്നും കാണാൻ പറ്റൂല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.